ആൾക്കാരൊക്കെ വിചാരിച്ചു ഇത് ഓടിക്കുന്നതൊക്കെ ദുൽഖർ സൽമാനൊക്കെയാണെന്നാ. അപ്പൊ നമ്മുടെ ഇങ്ങനെ ബൈക്കിലൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞു പോകും. അതൊക്കെ കാണേണ്ടി വരും. അതുകൊണ്ട് പക്ഷെ ഞാൻ എന്ത് കാറ് വാങ്ങിക്കണമെങ്കിലും ഞാൻ ആദ്യം മേടിച്ചു വയ്ക്കുന്ന ആളാണ്. ഈ ബലേനാണ് ഇതെന്റെയാ. ഇത് ചേട്ടന്റെയാ. ഇതിങ്ങനെ ക്ലോസ് ആവുമ്പോ എനിക്ക് പേടിയാവുന്ന ചേട്ടാ. India's #1 language academy, Needus Academy. Result ഉള്ളെടുത്ത് പഠിക്കാം. ഹലോ ഗൈസ്, ബൈജു ചേട്ടന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബൈജു ചേട്ടന്റെ കാറ് കാണാതെ പോകുന്നതിൽ എന്ത് സന്തോഷമാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ കാറുകളെല്ലാം കാണാൻ തീരുമാനിച്ചു ചേട്ടാ. താങ്ക് യു ഗൈസ്. ബൈജു ചേട്ടാ വളരെ അപ്ഡേറ്റഡ് ആണ് ഗൈസ്. അത് ശരി, അത് നമ്മൾ ഈ പ്രായത്തിലല്ലേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ പ്രായത്തിനനുസരിച്ച്. ചേട്ടാ ഏറ്റവും പുതിയതായിട്ട് വാങ്ങിച്ച BMW നമുക്ക് തുടങ്ങിയാലോ ചേട്ടാ? ആയിക്കോട്ടെ. ഇത് ഈ പറഞ്ഞ പോലെ ഇതൊരു ആഗ്രഹത്തിന് പുറത്ത് മാത്രം വാങ്ങിച്ചത്. എപ്പോഴും ഒരു 2 സീറ്ററാണ്, കൺവേർട്ടബിൾ ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ വാങ്ങിച്ചതാണ്. അപ്പൊ ചേട്ടനും വൈഫും കൂടി ഇതിനകത്തിരുന്ന് ട്രാവൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അധികം യാത്ര ഒന്നും ചെയ്തിട്ടില്ല. ഞാനിത് വൈകുന്നേരം വിഷമം തോന്നുമ്പോൾ എടുത്തുനിന്ന് 1-2 പൊട്ടിയിലൊക്കെ പൊട്ടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇടും. അതെടും. പിന്നെ കോട്ടയത്ത് പോകുമ്പോൾ വെളുപ്പിനൊക്കെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നല്ല രസമാണ്. നല്ല ഈ ഇളം മഞ്ഞൊക്കെ ആ സമയത്ത് അങ്ങനെയൊക്കെ ഒന്ന് പോകുന്നല്ലാതെ ഇത് അങ്ങനെ സ്ഥിരം ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പിന്നെ ആൾക്കാരൊക്കെ വിചാരിച്ചു ഇത് ഓടിക്കുന്നതൊക്കെ ദുൽഖർ സൽമാനൊക്കെയാണെന്നാ. അപ്പൊ നമ്മുടെ ഇങ്ങനെ ബൈക്കിലൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞു പോകും. അതൊക്കെ കാണേണ്ടി വരും. ഓ, എന്ത് കാറ് വാങ്ങിച്ചാലും മറ്റേ നമ്മുടെ പുച്ഛം കേൾക്കേണ്ടി വരും അല്ലേ ചേട്ടാ? ഇതിപ്പോ എത്ര കാലമായി വണ്ടി വാങ്ങിച്ചിട്ട്? ഇതിപ്പോ ഒരു വർഷത്തിനടുത്ത് താഴെ ആയിട്ടുള്ളൂ. ഞാനിപ്പോ കേരള രജിസ്ട്രേഷൻ ആക്കാൻ പോവാണ്. ഇതിപ്പം ഗുജറാത്താണ്, പക്ഷെ കേരള രജിസ്ട്രേഷൻ ആക്കാൻ പോകുന്നു. അതിന്റെ ടാക്സ് ഒക്കെ അടച്ച് നമ്മുടെ ഇതിലേക്ക് ആക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാർ ഒന്ന് തുറന്നു കാണിക്കാവോ ചേട്ടാ? അതായത് മൊത്തത്തിൽ മാറ്റിയിട്ട് ചെറിയൊരു ഫീസ് ഉണ്ട്, എന്നാലും അത് ആ ചെറിയ ഫീസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെയാണ്. പിന്നെ അത് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ മാത്രം നമുക്ക് റിമോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ച് അടയ്ക്കണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. സംഗതി അദ്ദേഹം ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു ഫാൻസി എന്ന് പറയുന്നത്. സത്യം. അതൊരു കാര്യം. പിന്നെ കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഇതിപ്പോ എന്റെ സ്വന്തം വണ്ടിയാണെങ്കിലും ആസാൻ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ഞാൻ ഇതൊക്കെ എപ്പോഴും ഓടിക്കുന്നതല്ലേ. അതുകൊണ്ട് എനിക്ക് അതൊരു ഭയങ്കര സംഭവമായിട്ട് തോന്നാറില്ല. കാരണം നമുക്ക് ഓരോ ദിവസവും പുതിയ വണ്ടി ഓടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ അഹങ്കാരം തോന്നാറില്ല. ഇതിന്റെ മൈലേജ് എന്താ ഓടിച്ചോണ്ട് നടന്നിട്ട്? ആ ഒരു 5-6 കിലോമീറ്റർ കിട്ടും. കാരണം 302 BSP 3000 cc പെട്രോൾ എഞ്ചിനാ. ഓ മൈ ഗോഡ്. പക്ഷെ ഞാൻ എന്ത് കാറ് വാങ്ങിക്കണമെങ്കിലും ഞാൻ ആദ്യം മേടിച്ചു വയ്ക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് ഇതിന്റെ കഥ. പിന്നെ 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു രസം വെച്ചാൽ ഇപ്പൊ നമ്മളിത് ഫുൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഈ ഗ്ലാസും കയറ്റിയിട്ട് AC ഇട്ട് ഓടിച്ചു പോയാൽ ആസ് ഗുഡ് ആസ് ക്ലോസ്ഡ് ആണോ? അതാണ് ഈ ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ ഒരു ഗുണം. അതായത് കാറ്റ് പോലും അകത്തേക്ക് അടിക്കില്ല. നമ്മൾ ശരിക്കും ഇത് ഫുൾ ക്ലോസ് ചെയ്ത് ഓടിക്കുന്നത് അതേപോലെ രസമാണ്. അതൊക്കെയാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സൗണ്ട്, എക്സോസ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സോസിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര രസമാണ്. എക്സോസ് സൗണ്ട് ഒക്കെ പൊട്ടിച്ച് പിന്നൊന്ന് കയറി ഇരുന്നോളൂ. അപ്പോൾ വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. വണ്ടിയിലിരുന്നും പുസ്തകം വായിക്കും കേട്ടോ. അല്ല, അത് എന്ന് വെച്ചാല് ഞാൻ മെന്റലിസ്റ്റ് ആദ്യം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയ ഈ വണ്ടിയിലായിരുന്നു. അപ്പൊ ആദ്യം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ എന്റെ കയ്യിൽ ഇതേ പുസ്തകം ഉണ്ട്. അതുകൊണ്ട് ഞാനിതിപ്പോ ഇതിന്റെ അകത്ത് തന്നെ വെച്ചേ ഉള്ളൂ. അത് ശരി. ഓക്കെ. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയ ആ ഒച്ചയിൽ നമുക്ക് തുടങ്ങാം അല്ലേ? ഇതിനകത്തുള്ള ലക്ഷറി ഐറ്റംസ് എന്തൊക്കെയാണെന്ന്? ലക്ഷറി അല്ല, ഇത്തരം വണ്ടികൾ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള വണ്ടികളല്ല. ഇത് പൊതുവെ എന്ന് പറയുന്നത് ഇപ്പം വേണ്ട ലക്ഷറി അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും നമ്മളൊരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാനുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇനിയിപ്പോ ബൂട്ട് സ്പേസ് എന്നൊക്കെ പറയുന്ന ആപ്പടി ഇത്രയേ ഉള്ളൂ ബാക്കിൽ. അപ്പൊ ഞാനിപ്പോ കോട്ടയത്തൊക്കെ വീട്ടിൽ പോകണമെങ്കിൽ പെട്ടിയൊന്നും കെട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. തുണിസഞ്ചിക്കകത്തൊക്കെ ആക്കി തുണിയൊക്കെ വെച്ച് അതിനകത്ത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ കൊണ്ട് കഴിഞ്ഞു പരിപാടി, ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത്തരം പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ ഡ്രൈവർ ഒന്നാമത് ഈ BMW എന്ന് പറയുന്ന ഡ്രൈവേഴ്സ് കാർ എന്നുള്ള അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡ്രൈവിങ്ങിന്റെ ഒരു സുഖവും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഗിയർ ഷിഫ്റ്റിലൊക്കെ വരുന്നൊരു സൗണ്ട്, അങ്ങനെ ഇപ്പൊ പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന സാധനം ഇത് നമുക്കിത് ഗിയർ ഡൗണും അപ്പും ഒക്കെ ചെയ്തു പോകാം. അപ്പൊ അത്തരം സൗണ്ട് ഒക്കെ കേൾപ്പിച്ച് പോകാം. പിന്നെ ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലൊന്നുമില്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് നമ്മുടെ മമത മോഹൻദാസ് എടുത്തത്. ലേറ്റസ്റ്റ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഒന്നുമല്ല. അതിൽ എത്ര വർഷമായിട്ടാ? അതായത് ഈ വണ്ടി ആദ്യമായിട്ട് ഇറങ്ങി, അതായത് ഈ മോഡൽ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു മോഡലിന്റെ പേര്
ഇത് BMW Z4 എന്നാണ് Z4 എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് എങ്ങനെ ഒരു 10-18 വർഷമായി കാണും ആദ്യമായിട്ടൊക്കെ ഇത് വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് സോഫ്റ്റ് ടോപ്പും ഉണ്ട്, കണ്ടിട്ടില്ലേ, ബ്ലാക്ക് ക്യാൻവാസ് പോലുള്ള ടോപ്പ്. അത് പക്ഷേ കുറച്ചുകൂടെ വില കുറവാണ്. പക്ഷെ എനിക്ക് ഈ ഹാർഡ് ടോപ്പ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അത് തപ്പിയെടുത്തത്. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ആകുമ്പോൾ പൊങ്ങി വരുന്ന സ്ക്രീനൊക്കെയാണുള്ളത്. ഇതൊരു എത്ര കിലോമീറ്റേഴ്സ് സോഫാർ ഓടിയിട്ടുണ്ടാവും? ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10,000 പോലും കഷ്ടിച്ചായിരിക്കും. ബോളിവുഡ് താരം ഓടിച്ചിരുന്ന വണ്ടിയാണ്. അവിടെ നിന്ന് കേരളത്തിലെ താരത്തിന്റെ അടുത്തേക്കാണ്. കേരളത്തിലെ താരം ഓടിച്ചോണ്ട് വന്നതാ. അതെ, നമ്മൾ ബോംബെന്ന് വാങ്ങിച്ച് ഓടിച്ചോണ്ട് വന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് തന്നെയാണ്, ഇതിന്റെ സ്പേസ് ഒക്കെ ഇത് തന്നെയാണ്. നമുക്കിപ്പോ ഇത് സീറ്റിന് ഇനിയും ബാക്കിലേക്കൊന്നും മാറ്റാനില്ല, കഴിഞ്ഞു. ശരിയാട്ടോ, അത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. സ്പോർട്സ് കാറാണിത് ബേസിക്കലി. എന്നെ പോലുള്ളവർക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ചേട്ടനെ പോലെ ഭയങ്കര സ്പോർട്ടീവ് ആയിട്ടുള്ള. അപ്പുറത്ത് കിടക്കുന്നത് ബലേനോ. അതെന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ബലേനോ? ഈ ബലേനോ തന്നെ ഇതെന്റെയാ? അയ്യോ, ഇത് ചേട്ടന്റെയാ. എങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ബലേനയിലേക്ക് പോയാലോ? ഈ കാറ് കണ്ടു. ഡൺ. വരുന്നു. ഇതിങ്ങനെ ക്ലോസ് ആവുമ്പോ എനിക്ക് പേടിയാവുന്ന ചേട്ടാ. തലയിലടിക്കാ. ബാബു ആന്റണിയൊക്കെ പേടിച്ചാ മതി. ബാബു ആന്റണി ഈ കാർ എങ്ങനെ ഓടിക്കും ചേട്ടാ? അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ പോലെ നാച്ചുറൽ മനുഷ്യന്റെ ഇതൊക്കെ ഉള്ളതൊക്കെ പറ്റും. ഇറങ്ങിയേക്കാം. ഓക്കെ, നമ്മള് ഇനി നമുക്ക് ബലേനോയിലേക്ക് വന്നാലോ? ബലേനോ ഞാനിപ്പം 8 വർഷമായി വാങ്ങിച്ചിട്ട്. കേരളത്തിലെ ആദ്യത്തെ CVT ബലേനോ ആണിത്. CVT എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇപ്പം ഏറ്റവും പുതിയ ബലേനോയിൽ AMT ഉള്ളൂ, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അത് കുറച്ച് ലാഗ് ഉള്ള ട്രാൻസ്മിഷനാണ്. ഇത് നല്ല ബെസ്റ്റ് ട്രാൻസ്മിഷനാണ്. ഇതിപ്പം ബലേനോയ്ക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് റേറ്റ് ഒക്കെ അത്യാവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ പോവാണ്. അതെന്താ ചേട്ടാ? അതുവെച്ചാൽ ഞാൻ കുറച്ച് കാലം ഒരു MG കോമറ്റ് എന്ന് പറയുന്ന വണ്ടി അവരെനിക്ക് ഓടിക്കാൻ തന്നാ MGന്ന്. അത് ഓടിച്ച് 2 മാസം നടന്നപ്പോൾ എനിക്ക് അത് എത്ര എക്കണോമിക്കലാണെന്നുള്ള ബോധ്യപ്പെട്ടു. MG കോമറ്റോ? അത് ഇലക്ട്രിക്കാ, EV. ഈ വീടാണ്, സോളാറുണ്ട്, ഒരു പൈസ ചെലവില്ലാതെ നമുക്ക് ഓടിക്കാം. 200 കിലോമീറ്റർ കിട്ടുന്നത്. പക്ഷെ ടൗണിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുഞ്ഞു വണ്ടി. അപ്പം ഞാൻ വിചാരിച്ചു, അത് അവർ എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒരു EV വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇവനെ കൊടുക്കുവാണോ? അല്ല, ഇതിനകത്ത് ഈ വണ്ടി ഇടാൻ സ്ഥലം വേണ്ടേ? അത് ശരിയാണ്. അത് വെളി കിടക്കുന്നു. ഇതിപ്പം ഓടയിൽ നിന്നൊക്കെ പറഞ്ഞല്ലേ. അതുകൊണ്ട് അത്രയും വണ്ടികൾ ആവശ്യമില്ല എനിക്ക്. പിന്നെ ഞാൻ എപ്പോഴും അധികം സിറ്റിയിലാണ് എൻ്റെ ഡ്രൈവ്, എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ പോകുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കാണ്. അപ്പൊ ഇവനെ അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ ഇത് അവള് വൈഫാണ് അധികം ഓടിക്കുന്നത്, ബ്രയോ. ഇതിനൊരു സിനിമാ ബന്ധമുണ്ട്. ഇത് നമ്മുടെ സിനിമാ ബന്ധങ്ങളുണ്ടോ? അല്ല, സിനിമാ ബന്ധം മറ്റൊന്നുമല്ല. ഇതൊരു പ്രൊഡ്യൂസറുടെ വണ്ടിയായിരുന്നു, സിനിമ പ്രൊഡ്യൂസറുടെ വണ്ടിയായിരുന്നു. എന്റെ സെക്കൻഡ് ഹാൻഡ്, ഞാൻ പൊതുവെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ പൊതുവെ അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പൊ ഇതും ഈ BMW ആണ് സെക്കൻഡ് ഹാൻഡ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാട്ടെ? പൊതുവെ എനിക്കൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങാൻ പേടിയാ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആളാണ്. അപ്പൊ ഈ ഓട്ടോമാറ്റിക്കിന്റെ സെക്കൻഡ് ഹാൻഡ് ഓടിക്കാന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല വാങ്ങിക്കാന്ന് പറയുമ്പോൾ എന്റെ പേടി എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക് ഓടിച്ചവര് പദം വരുത്തിയിട്ടായിരിക്കും ഇത് തരുന്നതെന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ വണ്ടിയുടെ കാര്യത്തിലുള്ള ഇത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ കാര്യം ഇതിന്റെ പ്രൊഡക്ഷൻ നിർത്തിയതാണ്. പക്ഷേ അവൾക്ക് മോക്കും ഇതായിരുന്നു ഇഷ്ടം. അപ്പം ഇതിൻ്റെ നല്ല വണ്ടി എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടാണ് നല്ല വിലയ്ക്ക് വാങ്ങിച്ചത്. അവരതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും കുറച്ചല്ലേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ വിലയാണെങ്കിൽ തരാം, അല്ലെ ബാർഗെയിനിങ് ഇല്ലയെന്ന് ആദ്യമേ പറഞ്ഞു. പിന്നെ ആ വിലയ്ക്ക് തന്നെ അങ്ങ് വാങ്ങിക്കായിരുന്നു. പിന്നെ BMW Z4 ഇപ്പോൾ ഈ വണ്ടി എന്ന് വെച്ചാൽ ഇതിന് പുതിയതിന് 1.19 crores ആണ് എക്സ്ഷോറൂം വില. എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപയ്ക്കുള്ള വില വരും. ഒരിക്കലും പ്രീമിയം വണ്ടികൾ പുതിയത് എടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എനിക്കിതിനും ഒരു ബെൻസ് ഉണ്ടായിരുന്നു, അതും സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല വണ്ടി നോക്കിയെടുത്താൽ പകുതി വിലയിലും താഴെ കിട്ടും. അപ്പോൾ പിന്നെ നമ്മളത് പുതിയതിന് ഓടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അതങ്ങനെ വാങ്ങിച്ചത്. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഈ പറഞ്ഞാൽ ഇത് 10,000 ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം എനിക്ക് അവരെന്ത് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ആ വൈഫ് ഓടിച്ചിരുന്നു, പുള്ളിക്ക് വേറെ 3 വണ്ടിയുണ്ട്. അപ്പോൾ ഈ 10,000 എന്ന് വെച്ചാൽ പക്കയാണ്. പക്ഷേ ഇതിനകത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് മീറ്റർ റീഡിംഗ് ഒക്കെ മാറ്റാൻ പറ്റും. അത് ഈവൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മീറ്റർ പോലും ഇപ്പം 2 ലാപ്ടോപ്പ് വെച്ച് 2 അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുമാതിരി പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ സർവീസ് റെക്കോർഡ് ചോദിക്കാം. ഇപ്പം നമ്മളിപ്പം സ്ഥിരമായിട്ട് നല്ല സർവീസ് സെൻ്ററിലാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് കൃത്യമായിട്ട് റെക്കോർഡ് കിട്ടും. 10,000 രൂപയൊക്കെ ചില വാങ്ങിക്കും ചില സർവീസ് സെൻ്ററുകളെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ സർവീസ് റെക്കോർഡ് എടുത്ത് കൃത്യമായിട്ട് ഇത് അവിടെ സർവീസ് ചെയ്താണോ എന്നൊക്കെ നോക്കാം. അതിൽ ഇപ്പോൾ തട്ടിപ്പ് കാണിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു ഇടി ഇടിച്ചെന്നിരിക്കട്ടെ, അത് മാത്രം വെളിയിൽ ചെയ്യും.
ബാക്കി ചെറിയ പണിയൊക്കെ സർവീസ് സെന്റർ ചെയ്യും. അപ്പം സർവീസ് റെക്കോർഡ് പക്കയായിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊരു വണ്ടിക്കകത്ത് കയറി അറിയാം ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. പേടിയാവുന്നു എന്റെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. മൂന്നാമത്തെ കാര്യം, നമ്മളിതിൻ്റെ ഒരു വിലയുണ്ടല്ലോ. വില എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ മാർക്കറ്റ് വാല്യൂലും കൂടുതൽ കൊടുത്തു. കാരണം വെച്ചാൽ എനിക്ക് ഈ വണ്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് പേടിക്കണം, അറിയാവുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് വാല്യൂ മാത്രം വെച്ചുകൊണ്ട് വില വെച്ചിട്ട് കാര്യമില്ല. വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാന്നുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഈ മാരുതിയുടെ ഹ്യുണ്ടായി പോലുള്ളവരുടെയൊക്കെ യൂസ്ഡ്, അവർ കമ്പനി നേരിട്ട് നടത്തുന്ന യൂസ്ഡ് കാർ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറേ വിശ്വസിക്കാം. കാരണം അവരത് എടുത്തിട്ട് അതിൻ്റെ അത് കുറേ ചെക്ക് പോയിന്റ്സ് ഒക്കെ നോക്കി അതൊക്കെ മാറ്റിയൊക്കെ, പക്ഷേ വില കൂടുതലായിരിക്കും. മനസ്സിലായി. അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ജിമ്മിയിലേക്ക് വരാം. ജിമ്നി എടുത്ത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം ജിമ്മി എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡറാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വാഗമണിലെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഓഫ് റോഡൊന്നും പോകേണ്ട കാര്യമില്ല, അല്ലാതെ എത്താവുന്ന സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് പണ്ടോടെ വിദേശത്തൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന വണ്ടിയായിരുന്നു. പക്ഷെ അവിടെ 3 ഡോറാണ്, ഇതില്ല, ചെറിയ കുറച്ച് ചെറുതാണ്. എങ്കിലും ഇതിൻ്റെ ഒരു കോമ്പാക്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായിട്ട് നമുക്ക് മാരുതി ഓടിക്കാൻ തന്ന ഡെറാഡൂണിലൊരു വറ്റി വരേണ്ട പുഴയിലായിരുന്നു. അവിടെ ആയിരുന്നു ഇതിൻ്റെ മീഡിയ ഡ്രൈവ്. അപ്പോൾ ഇവൻ അവിടെ വെച്ചിട്ട് ഇവൻ്റെ പെർഫോമൻസ്, അതായത് ഈ ഓഫ് റോഡിൽ പോകുമ്പോൾ ഒരു പെർഫോമൻസ് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മാരുതിയുടെ ഏറ്റവും ചെറിയ വണ്ടിയുണ്ട്, എക്സ്പ്രസോ. അതിൻ്റെ വലിപ്പമുള്ളൂ, ഇത് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൗണിലൊക്കെ എവിടെയും കൊണ്ടുപോകാം. കോമ്പാക്ട് എസ് യു വി, പക്കാ കോമ്പാക്ട് എസ് യു വി. എന്നാൽ മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചാൽ. ഒരേ ഒരു പ്രശ്നം, സിറ്റിയിൽ മൈലേജ് കുറവാന്നേ ഉള്ളൂ. ബാക്കി ചേട്ടൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന പിന്നെ ഇവർക്കൊക്കെ കോമറ്റ് ആണോ ഞാൻ തീരുമാനിച്ചിട്ടില്ല, EV വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതാണ് പറയുന്നത്. കോമറ്റിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്, 200 കിലോമീറ്ററിൽ കിട്ടും. അപ്പം ചിലപ്പം വേറെ എല്ലാം ആലോചിച്ചേക്കാം. എന്തായാലും അതായിരിക്കും പകരക്കാരനായിട്ട് പോകാൻ എന്നാണ്. ചേട്ടൻ നമ്മൾ കുറേ കാലം ഉപയോഗിച്ച വണ്ടികളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ചേട്ടൻ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടോ? അപ്പൊ ചേട്ടൻ നമ്മുടെ ആ റെഡ് ബെൻസ് കൊടുത്തു. തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും വണ്ടികളോടെ. ഈ വണ്ടി ഇപ്പം ഞാൻ ആ കോമറ്റ് വന്ന സമയത്ത് കുറച്ച് ദിവസം എടുത്തില്ല. അതിനുശേഷം ഇതിലോട്ട് കയറുമ്പോൾ നമ്മൾ ക്ഷമയൊക്കെ പറഞ്ഞിട്ടും ഒന്നും വിചാരിക്കരുത്, മൈലേജ് കുറവായത് കൊണ്ടാണ് മറ്റേ EV വന്നപ്പോൾ നമ്മൾ അതുകൊണ്ട് എടുത്തത്, ഒന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചെയ്തത്. കാരണം എനിക്ക് വണ്ടിക്ക് ആത്മാവൊന്നും ഇല്ല, എങ്കിൽ പോലും നമ്മളെ രക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് എപ്പോഴും. അത് ഇതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും ഞാനത് നാച്ചുറൽ വരുന്നത്. ഇതിൽ കയറി കഴിയുമ്പോൾ ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഇത് പറയും ഒരു പെണ്ണ്, ഞാനും തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിയുമ്പോഴാണ് ഇതാരും കേൾക്കാനില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ഇതിലേതെങ്കിലും ചേട്ടൻ അങ്ങനെ ഒരു വലിയ ആക്സിഡന്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഞാൻ വളരെ എന്താ പറയുക, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരനെ പോലെ വണ്ടി ഓടിക്കുന്ന എപ്പോഴും. തന്നെയല്ല, എനിക്ക് മറ്റുള്ളവർ റോഡ് ലോകളുടെ വയലേഷൻ നടന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓവർ സ്പീഡിലൊന്നും പോകാറില്ല. പിന്നെ എന്താ പറയുക, ഈ എപ്പോഴും ആക്സിഡന്റ് ഒക്കെ നടക്കുന്നത് നമ്മൾ വണ്ടിയെ പറ്റി മനസ്സിലാക്കി ഓടിക്കണം. ഇപ്പോൾ ഈ വണ്ടി എനിക്കറിയാം, ഇതൊരു ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെബിലിറ്റി എപ്പോഴും കുറവാണ് ഇത്തരം വണ്ടികൾ. ഇത് ഓഫ് റോഡേഴ്സാണ് മെയിൻലി. ഇതൊരു 80 കിലോമീറ്ററിലുള്ള സ്പീഡിൽ ഇതൊന്നും ഓടിക്കരുത്. കാരണം ഇത് വേണമെങ്കിൽ നല്ലൊരു വീഴ്ച മറിയാം. കാരണം അങ്ങനത്തെ വണ്ടികളാണ്. അപ്പോൾ പക്ഷേ എനിക്ക് BMW എനിക്ക് സ്പീഡ് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വണ്ടികളെ പറ്റി മനസ്സിലാക്കി, വണ്ടിയുടെ കണ്ടീഷൻ മനസ്സിലാക്കിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. അതിന് വരെ ഏത് വണ്ടി കിട്ടിയാലും ഹീ എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം സഹായിച്ച് അങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തന്നെയല്ല, നമ്മളെന്ന് വെച്ചാൽ ദിവസം ഓരോ വണ്ടിയല്ലേ ഓടിക്കുന്നത്. ഒരു പരിചയമില്ലാത്ത വണ്ടികൾ, ഓരോ പല വലിപ്പമുള്ള വണ്ടികളൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു വണ്ടിയിലൂടെ കയറുന്നതിന് മുമ്പേ വലിപ്പം മനസ്സിൽ കൃത്യമായിട്ടൊന്ന് മനസ്സിലാവും, എഞ്ചിൻ കപ്പാസിറ്റി മനസ്സിൽ വരും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊക്കെ ഓടിക്കുള്ളൂ. ചേട്ടൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള, ഇതുവരെ ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ വണ്ടി ഏതാണ്? മനസ്സിലിണങ്ങിയ വണ്ടികൾ ഒന്നാണ് ആ കിടക്കുന്ന C4. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ട് എൻ്റെ ഇവിടുത്തെ BMW പഴയ ഡീലറുണ്ട്, ആഷിക്ക്. ഇപ്പം അവരല്ല, ആഷിക്കിൻ്റെ ഇതുള്ള കാലം തൊട്ട് ഞാനിത് ഇവിടുത്തെ വണ്ടിയാണ്. അത് എൻ്റെ വണ്ടിയാ. ആണോ? മേരി വണ്ടിയെ തന്നെ വരും. ഇങ്ങനെ പോകാറാകുമ്പോ തന്നെ വരും. എനിക്ക് വീട്ടിൽ പോകാൻ നേരാന്ന് അറിയാമോ വണ്ടി. അപ്പോൾ ആ BMW പഴയ ഡീലർ ആഷിക്കിൻ്റെ കയ്യിൽ ഈ വണ്ടിയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനത് എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റ്, ഇപ്പം ഞങ്ങൾ വിറ്റ അപ്പാർട്ട്മെൻറ്റ് 13 വർഷം മുമ്പ് വാങ്ങിക്കാൻ കാണാൻ പോയത് C4ലാണ്. അപ്പോൾ അന്ന് വലിയ ഗമേച്ചെന്ന് അത് ഇറങ്ങി കണ്ടു. എന്നിട്ട് അപ്പം അന്ന് രാത്രി തന്നെ C4 തിരിച്ചു കൊടുക്കണമായിരുന്നു. തിരിച്ചും കൊടുത്തു. പിറ്റേ ദിവസം ഞാൻ ഇതിൻ്റെ ഈ നാഷണലിൻ്റെ ഓഫീസിൽ ബാർഗെയിൻ ചെയ്യാൻ പോയി. ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പുള്ളി എന്താ പറയുക, നിങ്ങൾ എൻ്റെ പൊന്നെ, നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന വണ്ടിയിൽ അതിൻ്റെ പോലും വിലയില്ലേ അപ്പാർട്ട്മെൻറ്റ്, ചേട്ടനൊക്കെ ഇങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇപ്പം നോക്കുക, ഞാനിപ്പോൾ വന്ന വണ്ടി നാനോയാ, മറ്റേ ഇന്നലെ കൊണ്ടുപോയത്. അപ്പോൾ അന്നോട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു C4 വാങ്ങിക്കാന്നുള്ളത്. പിന്നെ എനിക്ക് വലിയ വണ്ടികളിൽ SUV റേഞ്ച് റോവർ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ
വീട്ടുകാർക്കും ഒരു ആഗ്രഹമുണ്ട് റേഞ്ച് റോവർ വാങ്ങിക്കണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ പുതിയതൊന്നുമല്ല, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും. അതല്ലാതെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇത് വാങ്ങിക്കണം എന്ന് തോന്നുന്ന വണ്ടികളൊക്കെ വളരെ കുറവ്. കാരണം എല്ലാം എപ്പോഴും ഓടിക്കാൻ ഓടിക്കുന്ന ആളാണല്ലോ, അങ്ങനെയുള്ള കൊതി മതിയൊക്കെ തീർന്നിരിക്കുകയാണല്ലോ. തീർന്നിരിക്കാന്ന് പറയാം. എങ്കിലും വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ വാങ്ങിക്കണമെന്നൊന്നും അങ്ങനെ വലിയ. പിന്നെ നമ്മളൊരു ബെൻസ് വാങ്ങിക്കുക എന്നുള്ള വലിയ സംഭവമാണെന്ന് കരുതുന്ന കാലത്ത് ബെൻസ് വാങ്ങിച്ചു, അത് കഴിഞ്ഞു, അത് കൊടുത്തു. പിന്നെ ഇപ്പൊ എനിക്ക് ഞാൻ നോക്കിയിട്ട് അത്തരം കാര്യങ്ങളല്ല, പ്രധാനമായിട്ട് എക്കണോമിക്കലായിട്ടുള്ള വണ്ടികളാണ് ഇനി വേണ്ടത്. അപ്പൊ ഏതായാലും ചേട്ടന്റെ ആഗ്രഹം പോലെ അങ്ങനെ പുതിയ പുതിയ കാറുകൾ പരീക്ഷിക്കപ്പെടട്ടെ, പുതിയ പുതിയ കാറുകൾ വീട്ടിലേക്ക് എത്തട്ടെ അല്ലേ. നമ്മുടെ ബലേനോ കൂട്ടം പോവുകയാണ്, പകരമുള്ള ആള് വരട്ടെ. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പം ഈ പറഞ്ഞ പോലെ ബലേനല്ലേ ഇപ്പൊ ഉപയോഗിക്കുന്നത്? അതെ അതെ, ഇതാ കിടക്കുന്നു, നോക്ക് ചേട്ടാ എന്റെ കാർ. 0101 കാശ് പൈസ കൊടുത്തു എത്ര കൊടുത്തു? അത് പറയൂല, അത് പറയില്ല, എന്റെ അടുത്ത് ചോദിക്കൂ. Okay, bye. India's #1 language academy, Needus Academy. Result ഉള്ളിടത്ത് പഠിക്കാം.